നമസ്കാരം, KS മെന്റലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ആണ്. നേരത്തെ നമ്മൾ എടുത്തിട്ടുള്ള ക്ലാസ്സുകൾ പോലെ നവംബർ 1 മുതൽ 7 വരെയുള്ള തീയതികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിന്റെ ഒരു അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ കറണ്ട് അഫയറിലേക്ക് പോവാം. ഫസ്റ്റ് കറണ്ട് അഫയർ എന്ന് പറയുന്നത് റീസെന്റ് നമ്മുടെ കോവാക്സിൻ എന്ന് പറയുന്ന COVID-19 എന്ന് പറയുന്ന മഹാമാരിക്കെതിരെയുള്ള വാക്സിൻ ഓസ്ട്രേലിയ റീസെന്റ് റിക്കഗ്നൈസ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ഓസ്ട്രേലിയ നമ്മുടെ കോവാക്സിൻ ഓസ്ട്രേലിയ റീസെന്റ് നമ്മുടെ കോവാക്സിൻ അപ്രൂവ് ചെയ്തു. റീസെന്റ് നമുക്കറിയാം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നമ്മുടെ കോവാക്സിൻ റീസെന്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്ന് മറ്റനേകം രാജ്യങ്ങൾ, ബ്രിട്ടൻ പോലെയുള്ള തുടങ്ങിയ രാജ്യങ്ങൾ ഇപ്പോൾ നമ്മുടെ കോവാക്സിൻ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ആദ്യത്തെ കറണ്ട് അഫെയർ എന്ന് പറയുന്നത്. റീസെന്റ് ഇപ്പോൾ നമുക്ക് WHO അംഗീകാരം കൊടുത്ത വാക്സിൻ എന്ന് പറയുന്നത് കോവാക്സിൻ ആണ്. കോവാക്സിനെ പറ്റി നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഒരു വാക്സിനാണ്. ഭാരത് ബയോടെക് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഈ വർഷത്തെ ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിന് കോവാക്സിനെ പറ്റി ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ കറണ്ട് അഫെയർ സെഷനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്തത് വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷന്റെ ഒരു റിപ്പോർട്ടാണ്. ആ ഒരു റിപ്പോർട്ടിന്റെ പേരെന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് ദ ഗ്ലോബൽ ക്ലൈമറ്റ് 2021 എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു റിപ്പോർട്ട് പറയുന്നതനുസരിച്ച് നമ്മുടെ എർത്തിന്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും വാമസ്റ്റ് ആയിട്ടുള്ള ഇയേഴ്സ് എന്ന് പറയുന്നത് 2015 മുതൽ 2021 വരെയുള്ള ആ ഒരു പീരീഡ് ആയിരുന്നു എന്നാണ് വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷന്റെ ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ 2015 മുതൽ 2021 വരെയുള്ള ആ ഒരു പീരീഡ് വാമസ്റ്റ് ഇയേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, വാമസ്റ്റ് ഇയേഴ്സ് ഓൺ റെക്കോർഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ ആണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. റിപ്പോർട്ടിന്റെ പേരെന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് ദ ഗ്ലോബൽ ക്ലൈമറ്റ് 2021 റിപ്പോർട്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ് ഓഫ് ദ ഗ്ലോബൽ ക്ലൈമറ്റ് 2021 എന്ന റിപ്പോർട്ട് ആരാണ് പുറത്തിറക്കുന്നത്? വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ ആണ് പുറത്തിറക്കുന്നത്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു പ്രതിഭാസം ഈ 2015 മുതൽ 2021 വരെയുള്ള ആ ഇയേഴ്സ് ഹോട്ടസ്റ്റ് ഇയേഴ്സ് ആവാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? ഇൻക്രീസ് ഇൻ ഗ്രീൻ ഹൗസ് ഗ്യാസസ്. നമ്മുടെ അന്തരീക്ഷത്തിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് അത്രയധികം വർദ്ധിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രതിഭാസം ഉണ്ടാകുന്നതെന്നാണ് വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷന്റെ ഈ ഒരു പെർട്ടിക്കുലർ റിപ്പോർട്ടിൽ പറയുന്നത്. ഓക്കെ, അടുത്തത് ഒരു റാങ്കിങ്ങിനെ പറ്റിയാണ്. ആ റാങ്കിങ്ങിന്റെ പേരെന്ന് പറയുന്നത് QS ഏഷ്യ യൂണിവേഴ്സിറ്റി റാങ്കിങ് 2021. നമുക്കറിയാം QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ് ഒക്കെ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളെയും റാങ്ക് ചെയ്യുന്ന ഒരു റാങ്കിങ് സിസ്റ്റമാണ് QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് എല്ലാ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും വളരെ പ്രധാനമായിട്ട് കാണുന്ന ഒരു റാങ്കിങ് ആണ്. അപ്പോൾ അതിന്റെ QS ഏഷ്യ യൂണിവേഴ്സിറ്റി റാങ്കിങ് 2021 എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് ഇപ്പോൾ റീസെന്റ് പുറത്തു വന്നു. QS ഏഷ്യ യൂണിവേഴ്സിറ്റി റാങ്കിങ് 2021. ഓക്കെ, അതിൽ 118 ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആണ് ഈ ഒരു ഏഷ്യ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇന്ത്യയിൽ നിന്ന് 118 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്നത് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂർ അല്ലെങ്കിൽ NUS ആണ്. നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂർ ആണ് ഈ ഒരു ഏഷ്യ യൂണിവേഴ്സിറ്റി റാങ്കിങ് 2021 ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്നത്. ഇനി ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഏതാണ്? IIT ബോംബെ ആണ്. പക്ഷേ IITയുടെ ബോംബെ റാങ്കിങ് എന്ന് പറയുന്നത് എത്രയാണ്? 42nd ആണ്. 42nd റാങ്കിങ്ങിലാണ് ഇന്ത്യയിൽ നിന്ന് ആദ്യത്തെ ഒരു യൂണിവേഴ്സിറ്റി ഈ ഒരു ലിസ്റ്റിൽ ഇടം പിടിക്കുന്നത്. IIT ബോംബെ ആണ്, ഫോളോഡ് ബൈ IIT ഡൽഹി. IIT ഡൽഹിയുടെ റാങ്കിങ് എത്രയാണ്? 45th ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ QS ഏഷ്യ യൂണിവേഴ്സിറ്റി റാങ്കിങ് 2021 കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്നത് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂർ. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും ടോപ്പിൽ എത്തിയിരിക്കുന്ന യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഏതാണ്? IIT ബോംബെ. 42nd ആണ് റാങ്കിങ്, ഫോളോഡ് ബൈ IIT ഡൽഹി. 45 ആണ് റാങ്കിങ്. ഓക്കെ, അടുത്തത് ഇന്ത്യയും ഈജിപ്തും തമ്മിൽ നടത്തിയിട്ടുള്ള ഒരു മിലിറ്ററി എക്സസൈസ് ആണ്. അപ്പോൾ ആ എക്സസൈസിന്റെ പേരെന്ന് പറയുന്നത് ഡെസേർട്ട് വാരിയർ എന്നാണ്. ഡെസേർട്ട് വാരിയർ. ഏതൊക്കെ രാജ്യങ്ങളാണ്? ഇന്ത്യയും ഈജിപ്തും അവരുടെ എയർഫോഴ്സുകൾ നമ്മൾ നടക്കുന്ന ഒരു മിലിറ്ററി എക്സസൈസ് ആണ് ഡെസേർട്ട് വാരിയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഈ എഡിഷൻ 2021 എഡിഷൻ ഈജിപ്തിൽ വെച്ചാണ് കണ്ടക്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഈ ഡെസേർട്ട് വാരിയർ എന്ന് പറയുന്ന എയർഫോഴ്സ് എക്സസൈസ് അത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഇന്ത്യയും ഈജിപ്തും തമ്മിലാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി അടുത്തത് യുണൈറ്റഡ് കിങ്ഡം
ഒരു കൊമമറേറ്റീവ് കോയിൻ ലോഞ്ച് ചെയ്തു. ആരുടെ പേരിൽ? മഹാത്മാ ഗാന്ധിയുടെ പേരിൽ. മഹാത്മാഗാന്ധിയെ ഫീച്ചർ ചെയ്തുകൊണ്ട് യുണൈറ്റഡ് കിങ്ഡം അവരുടെ ഒരു ഫസ്റ്റ് കൊമമറേറ്റീവ് കോയിൻ ലോഞ്ച് ചെയ്തെന്നാണ്. അതൊരു 5 പൗണ്ടിന്റെ കോയിൻ ആണ്. ഓക്കെ, ആ കോയിൻ ആണ് നിങ്ങളിവിടെ കാണുന്നത്. നിങ്ങൾക്ക് ഇവിടെ എഴുതിയിരിക്കുന്നതാണ് മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് മഹാത്മാഗാന്ധി. ഓക്കെ, അപ്പം യുണൈറ്റഡ് കിങ്ഡം അല്ലെങ്കിൽ UK ആദ്യമായിട്ടാണ് മഹാത്മാഗാന്ധിയെ ഫീച്ചർ ചെയ്തുകൊണ്ട് അവരുടെ ഒരു കോയിൻ പുറത്തിറക്കുന്നത്. അതൊരു 5 പൗണ്ട് കോയിൻ ആണ്. അപ്പോൾ ഏറ്റവും റീസെന്റ് ആയിട്ട് മഹാത്മാഗാന്ധിയെ ഫീച്ചർ ചെയ്തുകൊണ്ട് ഒരു കോയിൻ പുറത്തിറക്കിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം യുണൈറ്റഡ് കിങ്ഡം ആണ്. ഓക്കെ, അടുത്തത് നമ്മൾ കഴിഞ്ഞ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിലൊക്കെ ചർച്ച ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ പത്രങ്ങളിൽ നിന്നൊക്കെ കുറച്ച് നാളായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫാക്ടിനെ കുറിച്ചാണ് COP26 അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നത് എന്താണ് COP26 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഫ്രെയിംവർക്ക് കൺവെൻഷനിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന രാജ്യങ്ങൾ, ഈ രാജ്യങ്ങളുടെ ഒരു കൂടിവരവ് അല്ലെങ്കിൽ ആ ഒരു മീറ്റിങ്ങിനെയാണ് നമ്മൾ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്ന് പറയുന്നത്. അതിന്റെ 26ാമത്തെ കോൺഫറൻസ് ആണ് ഈ 2021 നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിനെ COP26 എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ COP26 അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ UNFCCC. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ വർഷത്തെ 2021 ഈ ഒരു ഫ്രെയിംവർക്ക് കൺവെൻഷൻ അല്ലെങ്കിൽ COP26 എവിടെ വെച്ചാണ് നടന്നത്? സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ വെച്ചിട്ടാണ് നടന്നത്. ഗ്ലാസ്ഗോയിൽ വെച്ചിട്ടാണ് ഈ ഒരു COP26 നടന്നത്. നമുക്കറിയാം പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഈ ഒരു UNFCCC കൺവെൻഷനിൽ അറ്റൻഡ് ചെയ്തിരുന്നു. ഓക്കെ, ഗ്ലാസ്ഗോയിൽ ഈ ഒരു COP26 പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നു. ഇനി ഈ ഒരു COP26 ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആരാണ്? UK ഇൻ പാർട്ട്ണർഷിപ്പ് വിത്ത് ഇറ്റലി. ഇറ്റലിയുമായിട്ട് ചേർന്നാണ് UK ഈ ഒരു COP26 ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അതിൽ ഇന്ത്യയെ പറ്റി പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, ഇന്ത്യ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഈ ഒരു കൺവെൻഷനിൽ വെച്ചിട്ട് അവകാശപ്പെട്ടത് ഇന്ത്യ 2070 നെറ്റ് സീറോ എമിഷൻസ് അച്ചീവ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, ഇന്ത്യ 2070 നെറ്റ് സീറോ എമിഷൻസ് എന്ന് പറയുന്ന ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുമെന്നാണ് പ്രധാനമന്ത്രി അവിടെ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് ഇന്ത്യ അനൗൺസ് ചെയ്തിരിക്കുന്നത് 2030 1 ബില്യൺ ടൺ കാർബൺ എമിഷൻ റെഡ്യൂസ് ചെയ്യുന്നതാണ്. 1 ബില്യൺ ടൺ കാർബൺ എമിഷൻ റെഡ്യൂസ് ചെയ്യും ബൈ 2030. അതുപോലെ ഇന്ത്യ ലോഞ്ച് ചെയ്തിരിക്കുന്ന വേറൊരു പ്രോഗ്രാമാണ് ഐറിസ്, അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ദ റെസിലിയന്റ് ഐലൻഡ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ഇന്ത്യ അവിടെ ലോഞ്ച് ചെയ്തു. ഐറിസ് എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം, അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ദ റെസിലിയന്റ് ഐലൻഡ് സ്റ്റേറ്റ്സ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം എന്താന്ന് പറഞ്ഞാൽ ഈ സ്മോൾ ഐലൻഡ് നേഷൻസിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഐറിസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ദ റെസിലിയന്റ് ഐലൻഡ് സ്റ്റേറ്റ്സ്. ഓക്കെ, അപ്പോൾ ഐലൻഡ് സ്റ്റേറ്റ്സിൽ ഡെവലപ്മെന്റ് ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ എയിം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു COP26 വെച്ചിട്ട് ഇന്ത്യയും UKയും ചേർന്നിട്ട് ലോകത്തിലെ ആദ്യത്തെ ഗ്രീൻ ഗ്രിഡ്സ് ഇനിഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തു. ഓക്കെ, ലോകത്തിലെ ആദ്യത്തെ ഗ്രീൻ ഗ്രിഡ്സ് ഇനിഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തു. അത് ബേസിക്കലി രണ്ട് രാജ്യങ്ങൾ നമ്മളൊരു ക്ലീൻ എനർജി അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി സെക്ടേഴ്സിലൊക്കെ ഉള്ളൊരു ഒരു കൂട്ടായ്മയാണ് ഈ ഗ്രീൻ ഗ്രിഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. അത് ഇന്ത്യയും UKയും ചേർന്നാണ് ഇപ്പോൾ റീസെന്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന്റെ പേരെന്ന് പറയുന്നത് വൺ സൺ വൺ വേൾഡ് വൺ ഗ്രിഡ്. വൺ സൺ വൺ വേൾഡ് വൺ ഗ്രിഡ് എന്നുള്ളതാണ് ലോകത്തിലെ ആദ്യത്തെ ഗ്രീൻ ഗ്രിഡ് ഇനിഷ്യേറ്റീവിന്റെ പേരെന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ചുരുക്കി ഇങ്ങനെയാണ് വിളിക്കുന്നത്, GGI OSOWOG, വൺ സൺ വൺ വേൾഡ് വൺ ഗ്രിഡ്. അപ്പോൾ ഇതാണ് നമുക്ക് ബേസിക്കലി നമുക്ക് കറണ്ട് അഫെയർ എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ നമുക്ക് COP26 അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അടുത്തത് യുണൈറ്റഡ് നേഷൻസിന്റെ സെക്യൂരിറ്റി കൗൺസിൽ അല്ലെങ്കിൽ UNSC ഒരു പുതിയ റെസൊല്യൂഷൻ അഡോപ്റ്റ് ചെയ്തു. അത് വളരെ വ്യത്യസ്തമായ ഒരു റെസൊല്യൂഷൻ ആയിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ UNSC ഇങ്ങനെ ഒരു റെസൊല്യൂഷൻ അഡോപ്റ്റ് ചെയ്യുന്നത്. ആ റെസൊല്യൂഷന്റെ പേരെന്ന് പറയുന്നത് പ്രൊട്ടക്റ്റിംഗ് എഡ്യൂക്കേഷൻ ഫ്രം കോൺഫ്ലിക്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, അത് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് യുണൈറ്റഡ് നേഷൻസിന്റെ സെക്യൂരിറ്റി കൗൺസിൽ അല്ലെങ്കിൽ UNSC ആണ്. ഓക്കെ, അതിന്റെ പേര് പ്രൊട്ടക്റ്റിംഗ് എഡ്യൂക്കേഷൻ ഫ്രം കോൺഫ്ലിക്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ അത്
അതിൽ ആ ഐഡിയ എന്താണെന്ന് വളരെ കൃത്യമാണ്. ആ ഒരു റെസൊല്യൂഷന്റെ പേരിൽ തന്നെ അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. ഇനി ഈ ഒരു റെസൊല്യൂഷന്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് റെസൊല്യൂഷൻ 2601. ഓക്കെ, റെസൊല്യൂഷൻ 2601 ആണ് ഈ പ്രൊട്ടക്ടിങ് എഡ്യൂക്കേഷൻ ഫ്രം കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അതിൽ UN സെക്യൂരിറ്റി കൗൺസിൽ എന്താണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഈ സ്കൂളുകൾക്ക് നേരെയുള്ള അറ്റാക്സ്, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നേരെ, ചിൽഡ്രൻസിന് നേരെയുള്ള അറ്റാക്സ്, ടീച്ചേഴ്സിന് നേരെയുള്ള അറ്റാക്സ്, ആ ഒരു അറ്റാക്സിനെ എല്ലാം ശക്തമായി അപലപിക്കുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണെങ്കിൽ അപലപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റെസൊല്യൂഷൻ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ റീസെന്റ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു റെസൊല്യൂഷന്റെ പേര് കൃത്യമായിട്ട് ഓർത്തിരിക്കുക, പ്രൊട്ടക്ടിങ് എഡ്യൂക്കേഷൻ ഫ്രം കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ റെസൊല്യൂഷൻ 2601. അത് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് യുണൈറ്റഡ് നേഷൻസിന്റെ സെക്യൂരിറ്റി കൗൺസിലാണ്. ഓക്കെ, അതുപോലെ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ 2021 വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് അവർ തെരഞ്ഞെടുത്തിരിക്കുന്ന വേർഡ് എന്ന് പറയുന്നത് വാക്സ് എന്ന് പറയുന്ന വേർഡാണ്. VAX, വാക്സ്. അപ്പോൾ വാക്സ് എന്ന് പറയുന്ന വേർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? വാക്സിൻ അല്ലെങ്കിൽ വാക്സിനേഷൻ എന്നുള്ളതാണ് ഈ വാക്സ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ വേർഡ് ഓഫ് ദി ഇയർ 2021 ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വേർഡ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് വാക്സ് ആണ്, VAX. ഓക്കെ, അതുപോലെ നമ്മൾ കഴിഞ്ഞ ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകതാ ദിവസ് സെലിബ്രേറ്റ് ചെയ്തു. ഓക്കെ, രാഷ്ട്രീയ ഏകതാ ദിവസം എന്ന് പറഞ്ഞാൽ എന്താണ്? നാഷണൽ യൂണിറ്റി ഡേ എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഒക്ടോബർ 31 നമ്മൾ എല്ലാ വർഷവും നമ്മൾ രാഷ്ട്രീയ ഏകതാ ദിവസം അല്ലെങ്കിൽ നാഷണൽ യൂണിറ്റി ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നാഷണൽ യൂണിറ്റി ഡേ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന പേരാണ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ പേര്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം തന്നെയാണ് നമ്മൾ ഈ നാഷണൽ യൂണിറ്റി ഡേ അല്ലെങ്കിൽ രാഷ്ട്രീയ ഏകതാ ദിവസം നമ്മൾ ആഘോഷിക്കുന്നത്, ടു മാർക്ക് ദി ബർത്ത് ആനിവേഴ്സറി ഓഫ് സർദാർ വല്ലഭായ് പട്ടേൽ. അതുപോലെ 2021 എന്ന് പറയുന്ന വർഷം അദ്ദേഹത്തിന്റെ 146ാമത്തെ ബർത്ത് ആനിവേഴ്സറിയാണ്. 2021 146ാമത്തെ ബർത്ത് ആനിവേഴ്സറിയാണ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് നമ്മൾ നാഷണൽ യൂണിറ്റി ഡേ അല്ലെങ്കിൽ രാഷ്ട്രീയ ഏകതാ ദിവസ് ആഘോഷിക്കുന്നത് ഒക്ടോബർ 31. ഓക്കെ, അതുപോലെ ഇന്ത്യ അഫ്ഗാനിസ്ഥാനിൽ റീസെന്റ് ഒരു സെക്യൂരിറ്റി ഡയലോഗ് കണ്ടക്ട് ചെയ്തു. നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായ അജിത് ഡോവലാണ് ആ ഒരു സെക്യൂരിറ്റി ഡയലോഗ് ഷെയർ ചെയ്തിരുന്നത്. ഓക്കെ, ഇപ്പൊ ഇന്ത്യ റീസെന്റ് എവിടെയാണ്? അഫ്ഗാനിസ്ഥാനിൽ ഒരു സെക്യൂരിറ്റി ഡയലോഗ് കണ്ടക്ട് ചെയ്തു. കുറെ രാജ്യങ്ങളെ ഇന്ത്യ ഈ ഒരു സെക്യൂരിറ്റി ഡയലോഗിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. റഷ്യ, ഇറാൻ, അതുപോലെ സെൻട്രൽ ഏഷ്യൻ കൺട്രീസിനെയൊക്കെ ഈ ഒരു മീറ്റിംഗിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സെക്യൂരിറ്റി ഡയലോഗിലേക്ക് പങ്കുചേരാൻ വേണ്ടി ഇന്ത്യ ക്ഷണിച്ചിരുന്നു. ഒപ്പം ചൈനയും പാകിസ്ഥാനെയും ഇന്ത്യ ഈ ഒരു ക്ഷണം അറിയിച്ചിരുന്നു. പക്ഷേ പാകിസ്ഥാൻ ആ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്ന് കൃത്യമായിട്ട് മറുപടി പറയുകയുണ്ടായി. ഓക്കെ, ഞാൻ പറഞ്ഞു ഈ ഒരു മീറ്റിംഗ് ചെയർ ചെയ്തത് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ടുള്ള അജിത് ഡോവലാണ്. അപ്പം അതാണ് ഈ ഒരു ഇന്ത്യ റീസെന്റ് അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ ആ ഒരു സെക്യൂരിറ്റി ഡയലോഗിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അടുത്തത് നമ്മുടെ ഗവൺമെന്റ് പുറത്തിറക്കിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിഷനെ പറ്റിയാണ്. ആ മിഷന്റെ പേരെന്ന് പറയുന്നത് സമുദ്രയാൻ മിഷൻ എന്നുള്ളതാണ്. ഓക്കെ, സമുദ്രയാൻ മിഷൻ ഏത് മിനിസ്ട്രിയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്? മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് ആണ് ഈ ഒരു സമുദ്രയാൻ മിഷൻ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഒരു മാൻഡ് ഓഷ്യൻ മിഷനാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഒരു മാൻഡ് ഓഷ്യൻ മിഷനാണ്. അതായത് സമുദ്ര പര്യവേഷണമാണ് ബേസിക്കലി സമുദ്രയാൻ എന്ന് പറയുന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇതൊരു മാൻഡ് മിഷനാണ്. ഓക്കെ, ആളുകളും കൂടെ സമുദ്രത്തിന്റെ അടിത്തട്ടുകളിലേക്ക് ചെന്ന് എക്സ്കവേഷൻസ് അല്ലെങ്കിൽ എക്സ്പെരിമെന്റ്സ് നടത്തുന്ന ഒരു മിഷനാണ് ഈ സമുദ്രയാൻ മിഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു നമുക്കറിയാം, ഇത്രയും ആഴക്കടലിലേക്ക് പോയിട്ട് എക്സ്കവേഷൻസ് നടത്തണമെങ്കിൽ നമുക്ക് അത്രയും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് വേണ്ടി വരും. ഓക്കെ, ഇന്ത്യയുടെ ആ ഒരു വെഹിക്കിളിന്, ഈ ഒരു അണ്ടർ വാട്ടർ സഞ്ചരിക്കാൻ വേണ്ടി ഇന്ത്യ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആ വെഹിക്കിളിനെ പറയുന്ന പേരാണ് മത്സ്യ 6000. ഓക്കെ, മത്സ്യ 6000 എന്നാണ് ഇന്ത്യയുടെ ആ സമുദ്രയാൻ മിഷൻ ഉപയോഗിക്കുന്ന വെഹിക്കിളിന്റെ പേര്. അപ്പോൾ ഈ സമുദ്രയാൻ മിഷൻ എന്ന് പറയുന്ന മിഷൻ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഏത് മിനിസ്ട്രിയാണ് അത് ലോഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് ആണ് ആ ഒരു മിഷൻ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതുപോലെ രണ്ടാമത് നാഷണൽ ട്രൈബൽ ഡാൻസ് ഫെസ്റ്റിവൽ 2021 കണ്ടക്ട് ചെയ്തു. നാഷണൽ ട്രൈബൽ ഡാൻസ് ഫെസ്റ്റിവൽ 2021 അതിന്റെ സെക്കൻഡ് എഡീഷനാണ്. അത് എവിടെ വെച്ചാണ് നടന്നത്? ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ വെച്ചിട്ടാണ് നടന്നത്. ഇനി ഈ ഒരു ഫെസ്റ്റിവലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് രാജ്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ട്രൈബൽ ഡാൻസ് ഫെസ്റ്റിവൽ ആണ്. നമുക്കറിയാം ഉസ്ബെക്കിസ്ഥാൻ, നൈജീരിയ, ശ്രീലങ്ക, ഉഗാണ്ട, സിറിയ, മാലി, അതുപോലെ പാലസ്തീൻ, അതുപോലെ കിങ്ഡം ഓഫ്
എസ്വാറ്റിനി, ഇത്രയും രാജ്യങ്ങളിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് അല്ലെങ്കിൽ അവിടെ നിന്നുള്ള കലാകാരന്മാർ വന്ന് നമ്മുടെ നാട്ടിൽ വന്ന് പങ്കെടുക്കുന്ന ഒരു ഡാൻസ് ഫെസ്റ്റിവലാണ് ഈ നാഷണൽ ട്രൈബൽ ഡാൻസ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് എവിടെ വെച്ചാണ് നടന്നതെന്ന് ഓർത്തിരിക്കുക. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ വെച്ചിട്ടാണ് ഈ ഒരു ഡാൻസ് ഫെസ്റ്റിവൽ നടന്നത്. ഓക്കെ, അടുത്തത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവയർനെസ് പ്രോഗ്രാമിനെ പറ്റിയാണ്. അതൊരു ഓൾ ഇന്ത്യ ലീഗൽ അവയർനെസ് പ്രോഗ്രാമാണ്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലീഗൽ അവയർനെസ് പ്രോഗ്രാമാണ്. ലീഗൽ അവയർനെസ് പ്രോഗ്രാം ഫോർ വുമൺ. അത് കണ്ടക്ട് ചെയ്യുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ അല്ലെങ്കിൽ NCW അല്ലെങ്കിൽ അതുപോലെ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി നൽസ. അപ്പോൾ നാഷണൽ കമ്മീഷൻ ഫോർ വുമണും അതുപോലെ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു ലീഗൽ അവയർനെസ് പ്രോഗ്രാം സ്ത്രീകൾക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യുന്നത്. ആ ഒരു പ്രോഗ്രാമിന്റെ പേരെന്ന് പറയുന്നത് എംപവർമെന്റ് ഓഫ് വുമൺ ത്രൂ ലീഗൽ അവയർനെസ് എന്നാണ്. എംപവർമെന്റ് ഓഫ് വുമൺ ത്രൂ ലീഗൽ അവയർനെസ്. അപ്പോൾ ഏതൊക്കെ സംഘടനകളാണത് കണ്ടക്ട് ചെയ്യുന്നത്? നാഷണൽ കമ്മീഷൻ ഫോർ വുമണും അതുപോലെ നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റിയും കൂടെ. ഈ ഒരു അവയർനെസ് പ്രോഗ്രാമിനെ പറ്റി കൃത്യമായിട്ട് ഓർത്തിരിക്കുക. എംപവർമെന്റ് ഓഫ് വുമൺ ത്രൂ ലീഗൽ അവയർനെസ് എന്നുള്ളതാണ് ആ പ്രോഗ്രാം. ഓക്കെ, അതുപോലെ നമ്മൾ കഴിഞ്ഞ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകൾ നമ്മൾ PM ഗതിശക്തി മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ ഒരു പുതിയ ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ ഒരു പുതിയ സ്കീമിനെ പറ്റി നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ അതിനോട് അനുബന്ധിച്ച് നമുക്ക് വായിക്കാൻ അല്ലെങ്കിൽ പഠിക്കാനുള്ളൊരു കറണ്ട് അഫെയർ ആണ് നമ്മൾ ഇനി പറയുന്നത്. ഈ PM ഗതിശക്തി മാസ്റ്റർ പ്ലാനിനെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിന് കീഴിൽ വരുന്ന ഡെവലപ്മെന്റ്സ് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഒരു 20 മെമ്പർ എംപവേർഡ് ഗ്രൂപ്പ് ഓഫ് സെക്രട്ടറീസിനെ അപ്പോയിന്റ് ചെയ്തു. ഒരു 20 മെമ്പർ എംപവേർഡ് ഗ്രൂപ്പ് ഓഫ് സെക്രട്ടറീസിനെ ഗവൺമെന്റ് റീസെന്റ് അപ്പോയിന്റ് ചെയ്തു. എന്തിനാണ്? ഈ PM ഗതിശക്തി മാസ്റ്റർ പ്ലാനിന്റെ ഡെവലപ്മെന്റ്സ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഈ ഒരു 20 മെമ്പർ എംപവേർഡ് ഗ്രൂപ്പ് ഓഫ് സെക്രട്ടറീസിനെ ഹെഡ് ചെയ്യുന്ന ആരാണ്? ക്യാബിനറ്റ് സെക്രട്ടറി ആയിരിക്കും. അത് കറന്റ് രാജീവ് ഗുബ്ബയാണ് ഈ ഒരു എംപവേർഡ് ഗ്രൂപ്പ് ഓഫ് സെക്രട്ടറീസിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിലേക്ക് ആര് വരുന്നു, അല്ലെങ്കിൽ അതായത് ക്യാബിനറ്റ് സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ആര് വരുന്നു, അദ്ദേഹമായിരിക്കും ഈ 20 മെമ്പർ എംപവേർഡ് ഗ്രൂപ്പ് ഓഫ് സെക്രട്ടറീസിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 20 മെമ്പർ ഈ ഗ്രൂപ്പ് ഓഫ് സെക്രട്ടറീസിനെ എന്തിനു വേണ്ടിയിട്ടാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് സ്കീമുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? PM ഗതിശക്തി മാസ്റ്റർ പ്ലാൻ. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിന്റെ ഡെവലപ്മെന്റ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഈ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് നമ്മുടെ റൂറൽ ഡെവലപ്മെന്റ് മിനിസ്ട്രി ഫ്ലിപ്കാർട്ടുമായിട്ട് ചേർന്നിട്ടൊരു MOU സൈൻ ചെയ്തു. MOU എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എന്നാണ്. അപ്പം ആ ഒരു എഗ്രിമെന്റ് റീസെന്റ് റൂറൽ ഡെവലപ്മെന്റ് മിനിസ്ട്രിയും ഫ്ലിപ്കാർട്ടും കൂടെ ചേർന്ന് സൈൻ ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പർട്ടിക്കുലർ സ്കീമിന് വേണ്ടിയിട്ടാണ്. ആ സ്കീമിന്റെ പേര് DAY-NRLM. എന്താണ് സ്കീമിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്? ദീൻദയാൽ അന്ത്യോദയ യോജന നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ എന്നാണ് ഈ DAY-NRLMന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ടത് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ആണ് ഫ്ലിപ്കാർട്ടുമായിട്ട് ചേർന്നിട്ട് ഈ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്നത്. ഏത് സ്കീമിന് വേണ്ടി? ദീനദയാൽ അന്ത്യോദയ യോജന നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലോക്കൽ ബിസിനസ്സുകളെ അതുപോലെ SHGs അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളെ എംപവർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ഈ ഒരു എഗ്രിമെന്റ് അല്ലെങ്കിൽ ഈ ഒരു പാർട്ണർഷിപ്പ് ഏത് സ്കീമിന് വേണ്ടിയിട്ടാണെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ദീൻദയാൽ അന്ത്യോദയ യോജന നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷന് വേണ്ടിയിട്ടാണ്. ഏത് കമ്പനിയുമായിട്ടാണ്? ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്ന വലിയ കമ്പനിയുമായിട്ടാണ് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ഈ ഒരു MOU സൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു ടെക്നോളജി ഇന്നൊവേഷൻ ഗ്രൂപ്പിനെ സെറ്റപ്പ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? 6Gയെ കുറിച്ച് പഠിക്കാനും അതിന്റെ കാര്യങ്ങൾ അനലൈസ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു ടെക്നോളജി ഇന്നൊവേഷൻ ഗ്രൂപ്പിനെ ഗവൺമെന്റ് സെറ്റപ്പ് ചെയ്തു. ഗവൺമെന്റ് സെറ്റപ്പ് ചെയ്തു എന്ന് പറയുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ ആണ് ഈ ഒരു ടെക്നോളജി ഇന്നൊവേഷൻ ഗ്രൂപ്പിനെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. എന്താണ് അതിന്റെ ഉദ്ദേശം? 6Gയെ പറ്റി അനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ 6Gയുടെ കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കുന്നതിനും പഠിക്കുന്നതിനും വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഈ ഒരു ടെക്നോളജി ഇന്നൊവേഷൻ ഗ്രൂപ്പിന്റെ ചെയർമാൻ അല്ലെങ്കിൽ അതിന്റെ ഹെഡ് എന്ന് പറയുന്ന ആരാണ്? K. രാജാരാമൻ. ഓക്കെ, അദ്ദേഹം എന്ന് പറയുന്ന ആരാണ്? ടെലികോം സെക്രട്ടറി ആണ്. ഓക്കെ, ടെലികോം സെക്രട്ടറി ആണ് ഈ ഒരു ഇന്നൊവേഷൻ ഗ്രൂപ്പിന്റെ ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ 6Gയെ പറ്റി റീസെന്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ ഒരു ടെക്നോളജി ഇന്നൊവേഷൻ ഗ്രൂപ്പിനെ സെറ്റപ്പ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ,
അടുത്തത് മേഘാലയ എന്ന് പറയുന്ന സംസ്ഥാനം ഒരു പുതിയ ഡിസ്ട്രിക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ആ ഡിസ്ട്രിക്റ്റിന്റെ പേരെന്ന് പറയുന്നത് ഈസ്റ്റേൺ വെസ്റ്റ് ഖാസി ഹിൽസ് ഡിസ്ട്രിക്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, ഈസ്റ്റേൺ വെസ്റ്റ് ഖാസി ഹിൽസ് ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നതാണ് മേഘാലയയിലെ ഏറ്റവും പുതിയ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത്. മേഘാലയയിലെ 12ാമത് ഡിസ്ട്രിക്റ്റ് ആണ്, കൃത്യമായിട്ട് ഓർത്തിരിക്കുക, സംസ്ഥാനം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. മേഘാലയയിലാണ് ഈ ഒരു ഈസ്റ്റേൺ വെസ്റ്റ് ഖാസി ഹിൽസ് പുതുതായിട്ട് രൂപം കൊടുത്തിരിക്കുന്നത്. അതുപോലെ മേഘാലയയിലെ 12ാമത് ഡിസ്ട്രിക്റ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് കുറച്ച് അപ്പോയിന്റ്മെന്റ്സ് അല്ലെങ്കിൽ റെസിഗ്നേഷൻ പോലെയുള്ള കാര്യങ്ങളാണ്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഗവൺമെന്റ് NCLA ടീം അതുപോലെ NCL ടീം അതിന്റെ 2 ചെയർപേഴ്സണെയും അതുപോലെ പ്രസിഡന്റിനെയും റെസ്പെക്റ്റീവ്ലി ഗവൺമെന്റ് റീസെന്റ് അപ്പോയിന്റ് ചെയ്തു എന്നുള്ളതാണ്. ഇനി NCLA ടീം എന്ന് പറഞ്ഞാൽ എന്താണ്? നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണൽ. അതിന്റെ ചെയർമാനായിട്ട് അല്ലെങ്കിൽ അതിന്റെ ചെയർപേഴ്സൺ ആയിട്ട് ആരെയാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്? ജസ്റ്റിസ് അശോക് ഭൂഷണെയാണ് ഈ ഒരു നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെ ചെയർപേഴ്സൺ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഇനി ജസ്റ്റിസ് രാമലിംഗം സുധാകർ, അദ്ദേഹം ആരാണ്? നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിന്റെ പ്രസിഡന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ജസ്റ്റിസ് രാമലിംഗം സുധാകർ എന്ന് പറയുന്നത്. ഈ പേരുകൾ തമ്മിൽ സിമിലാരിറ്റി ഉള്ളത് കൊണ്ട് ഒന്ന് NCLA ടീം അതുപോലെ ഒന്ന് NCL ടീം ആയതുകൊണ്ട് അത് കൺഫ്യൂഷൻ വരാൻ വേണ്ടി സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ഫുൾ ഫോം തന്നെ പഠിക്കുക. നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെ ചെയർപേഴ്സൺ ആണ് ജസ്റ്റിസ് അശോക് ഭൂഷൺ എന്ന് പറയുന്നത്. ഇനി NCLT എന്ന് പറഞ്ഞാൽ എന്താണ്? നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ ആണ്. അവിടെ അപ്പലേറ്റ് അല്ല, കമ്പനി ലോ ട്രിബ്യൂണൽ ആണ്. അതിന്റെ പ്രസിഡന്റ് ആയിട്ടാണ് ജസ്റ്റിസ് രാമലിംഗം സുധാകരനെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതുപോലെ നോർത്ത് മാസഡോണിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ റിസൈൻ ചെയ്തു. നോർത്ത് മാസഡോണിയയുടെ പ്രൈം മിനിസ്റ്റർ റിസൈൻ ചെയ്തു റീസെന്റ്. അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് സോറൻ സായേവ് എന്നാണ്. സോറൻ സായേവ് എന്നാണ് നോർത്ത് മാസഡോണിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്ററുടെ പേരെന്ന് പറയുന്നത്. അദ്ദേഹം റിസൈൻ ചെയ്തു. ഇനി ഈ ഒരു നോർത്ത് മാസഡോണിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ക്യാപിറ്റൽ ഏതാണ്? സ്കോപ്ജെ ആണ് നോർത്ത് മാസഡോണിയയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി ആ രാജ്യത്ത് റീസെന്റ് റിസൈൻ ചെയ്ത പ്രൈം മിനിസ്റ്ററുടെ പേരെന്താണ്? സോറൻ സായേവ് എന്നാണ്. ഓക്കെ, ഇനി സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട വാർത്തകളാണ് നോക്കുന്നത്. അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലേയേഴ്സ് ആയിട്ടുള്ള ഹർഭജൻ സിംഗ് അതുപോലെ ജവഗൽ ശ്രീനാഥ് എന്നീ 2 വ്യക്തികളെ MCC അവാർഡ്സ് ഓണററി മെമ്പർഷിപ്പ് ആ ഒരു പെർട്ടിക്കുലർ ലിസ്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ ഹർഭജൻ സിംഗും അതുപോലെ ജവഗൽ ശ്രീനാഥിനെയും MCC അവാർഡ്സ് ഓണററി മെമ്പർഷിപ്പ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു മെമ്പർഷിപ്പ് നൽകി ആദരിച്ചെന്നുള്ളതാണ്. ടോട്ടൽ ഈ 18 പ്ലേയേഴ്സിനെയാണ് ഈ ഒരു ലിസ്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഇന്ത്യയിൽ നിന്നുള്ള 2 വ്യക്തികൾ എന്ന് പറയുന്ന ആരാണ്? ഹർഭജൻ സിംഗും ജവഗൽ ശ്രീനാഥുമാണ്. ഓക്കെ, ഇനി MCC എന്ന് പറയുന്നത് എന്താണ്? മെറിൽബൺ ക്രിക്കറ്റ് ക്ലബ്ബാണ് ഈ ഒരു അംഗീകാരം അല്ലെങ്കിൽ ഈ ഒരു ഓണർ നൽകുന്നത്. മെറിൽബൺ ക്രിക്കറ്റ് ക്ലബ്ബ് അതിനെയാണ് നമ്മൾ MCC എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 പേരുകൾ ഓർത്തിരിക്കുക. ഹർഭജൻ സിംഗും ജവഗൽ ശ്രീനാഥിനുമാണ് ഈ വർഷം MCC ഓണററി മെമ്പർഷിപ്പ് നൽകി ആദരിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത് നാഷണൽ സ്പോർട്സ് അവാർഡ്സ് 2021 ആണ്. നാഷണൽ സ്പോർട്സ് അവാർഡ് എന്ന് പറയുന്നത് ഒരു അവാർഡല്ല, ഒരുപാട് അവാർഡുകളെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കാറ്റഗറിയാണ് നമ്മൾ ഈ നാഷണൽ സ്പോർട്സ് അവാർഡ്സ് എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ട് ഉൾപ്പെട്ടിരിക്കുന്ന അവാർഡ്സ് എന്ന് പറയുന്നത് ഖേൽ രത്ന അവാർഡ്, അർജുന അവാർഡ്, അതുപോലെ ദ്രോണാചാര്യ അവാർഡ്, അതുപോലെ ധ്യാൻചന്ദിന്റെ പേരുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്, രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ അവാർഡ്, അതുപോലെ മൗലാന അബ്ദുൽ കലാം ആസാദ് ട്രോഫി. ഇത്രയും അവാർഡ്സ് ആണ് ഈ നാഷണൽ സ്പോർട്സ് അവാർഡ്സ് എന്ന് പറയുന്ന ആ ഒരു ലിസ്റ്റിൽ വരുന്നു. അതൊരു വലിയ ലിസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇതിൽ ഖേൽ രത്ന അവാർഡ് 2021 ഖേൽ രത്ന അവാർഡ് ലഭിച്ച ആളുകളെ മാത്രമാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ 12 പേർക്കാണ് 2021 ഖേൽ രത്ന അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് നീരജ് ചോപ്ര. അദ്ദേഹം നമുക്കറിയാം ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ നേടിയ വ്യക്തിയാണ് നീരജ് ചോപ്ര. അദ്ദേഹത്തിന് ജാവലിൻ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് അദ്ദേഹത്തിന്, അല്ലെങ്കിൽ ആ ഒരു ഈവന്റിനാണ് അദ്ദേഹത്തിന് ഈ ഒരു ഖേൽ രത്ന അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഇനി രവികുമാർ ദാഹിയ, അദ്ദേഹം ഒരു റെസ്ലിംഗ് താരമാണ്. ഇനി ലോവ്ലിന ബോർഗോഹെയ്ൻ ബോക്സിംഗ് താരമാണ്. ശ്രീജേഷ് PR ഹോക്കി, കേരളത്തിൽ നിന്നുള്ള വ്യക്തിയാണ്. അവനി ലഖാര പാരാ ഷൂട്ടിംഗ്, അതുപോലെ സുമിത് ആൻറ്റിൽ പാരാ അത്ലറ്റിക്സ്, പ്രമോദ് ഭഗത് പാരാ ബാഡ്മിന്റൺ, കൃഷ്ണ നാഗർ പാരാ ബാഡ്മിന്റൺ, മനീഷ് നർവാൾ പാരാ ഷൂട്ടിംഗ്, അതുപോലെ മിതാലി രാജ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരമാണ്. സുനിൽ ഛേത്രി ഫുട്ബോൾ പ്ലെയർ ആണ്. അതുപോലെ മൻപ്രീത് സിംഗ് ഹോക്കി. ഇത്രയും ആളുകൾ, ഈ 12 പേർക്കാണ് 2021 ഖേൽ രത്ന അവാർഡ് ലഭിച്ചിരിക്കുന്നത്.
ഓക്കെ, അതാണ് നാഷണൽ സ്പോർട്സ് അവാർഡ്സ് 2021 പറ്റി പറയാനുള്ളത്. ഇനിയും ഈ ലിസ്റ്റുകൾ, ഈ അർജുന അവാർഡ് അവാർഡീസ് ഉണ്ട്, ദ്രോണാചാര്യ അവാർഡീസ് ഉണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് വായിച്ചെടുക്കുക. അതൊരു വലിയൊരു ലിസ്റ്റാണ്. നമുക്കതിനെ എല്ലാം കൂടെ ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഉൾപ്പെടുത്താത്തത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡ് എന്ന് പറയുന്നത് ഈ ഖേൽ രത്ന അവാർഡ് ലഭിച്ച വ്യക്തികളെ പറ്റി അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് 2020 ടെൻസിംഗ് നോർഗെ നാഷണൽ അഡ്വഞ്ചർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് പ്രിയങ്ക മൊഹിത്തെ എന്ന് പറയുന്ന വ്യക്തിക്കാണ്. പ്രിയങ്ക മൊഹിറ്റയ്ക്കാണ് 2020 ടെൻസിംഗ് നോർഗെ നാഷണൽ അഡ്വഞ്ചർ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. മിനിസ്ട്രി ഓഫ് യൂത്ത് അഫേഴ്സ് ആൻഡ് സ്പോർട്സ് ആണ് ഈ ഒരു അവാർഡിന് വേണ്ടിയിട്ട് പ്രിയങ്ക മൊഹിത്തെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 2020 ടെൻസിംഗ് നോർഗെ നാഷണൽ അഡ്വഞ്ചർ അവാർഡ് ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? പ്രിയങ്ക മൊഹിത്തെ. ഓക്കെ, അതുപോലെ ഇന്ത്യയിൽ നിന്നുള്ള ഗ്രാൻഡ് മാസ്റ്റർ ആണ് പി ഇനിയൻ എന്ന് പറയുന്നത്. പി ഇനിയൻ ആണ് 5th രുജ്ന സോറ ചെസ് ടൂർണമെന്റ് വിജയിച്ചിരിക്കുന്നത്. ഇനി എവിടെ വെച്ചാണ് ഈ ഒരു ചെസ് ടൂർണമെന്റ് നടന്നത്? സെർബിയയിൽ വെച്ചിട്ടാണ് നടന്നത്. ഓക്കെ, അപ്പോൾ സെർബിയയിൽ വെച്ച് നടന്ന 5ാമത് രുജ്ന സോറ ചെസ് ടൂർണമെന്റിൽ വിജയിച്ചിരിക്കുന്ന ആരാണ്? ഇന്ത്യയിൽ നിന്നുള്ള ഗ്രാൻഡ് മാസ്റ്റർ പി ഇനിയൻ ആണ്. ഓക്കെ, അതുപോലെ 2021 WTT കോണ്ടൻഡർ ട്യൂണിസ് മെൻസ് ഡബിൾ ടൈറ്റിൽ 2021 സ്വന്തമാക്കിയിരിക്കുന്ന ആരാണ്? ഇന്ത്യയിൽ നിന്നുള്ള ജി സത്യനും അതുപോലെ ഹർമീത് ദേശായിയുമാണ്. വേൾഡ് ടേബിൾ ടെന്നീസ് കോണ്ടൻഡർ ട്യൂണിസ് 2021 അതിൽ മെൻസ് വിഭാഗത്തിലെ വിജയികളായിരിക്കുന്ന വ്യക്തികളാണ് ജി സത്യനും ഹർമീത് ദേശായും. ഓക്കെ, ഏതാണ് ഇവന്റ്? വേൾഡ് ടേബിൾ ടെന്നീസ് കോണ്ടൻഡർ ട്യൂണിസ് 2021 മെൻസ് ഡബിൾസ്. അതിൽ വിജയിച്ചിരിക്കുന്നത് ജി സത്യനും അതുപോലെ ഹർമീത് ദേശായുമാണ്. ഓക്കെ, അടുത്തത് ഇന്ത്യൻ നേവി അവരുടെ ഡിസ്ട്രോയർ ക്ലാസ്സിലേക്ക് ഒരു പുതിയ ഡിസ്ട്രോയറിനെ ഇൻക്ലൂഡ് ചെയ്തു. ആ ഡിസ്ട്രോയറിന്റെ പേരെന്ന് പറയുന്നത് വിശാഖപട്ടണം എന്നുള്ളതാണ്. ഓക്കെ, വിശാഖപട്ടണം എന്നുള്ളതാണ് ആ ഡിസ്ട്രോയറിന്റെ പേര്. ഇനി ഈ ഒരു വിശാഖപട്ടണം ഡിസ്ട്രോയർ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡിജിനസ് P-15B സ്റ്റെൽത്ത് ഗൈഡഡ് ഡിസ്ട്രോയർ ആണ്. ഓക്കെ, ഫസ്റ്റ് ഇൻഡിജിനസ് P-15 സ്റ്റെൽത്ത് ഗൈഡഡ് ഡിസ്ട്രോയർ ആണ് വിശാഖപട്ടണം എന്ന് പറയുന്നത്. ഇനി മുംബൈയിലെ മാസഗൻ ഡോക്കിലാണ് ഈ ഒരു ഡിസ്ട്രോയർ ക്ലാസ് വെസൽ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ നേവി ആദ്യമായിട്ടൊരു ഇൻഡിജിനസ് P-15B സ്റ്റെൽത്ത് ഗൈഡഡ് ഡിസ്ട്രോയറിനെ ഇൻക്ലൂഡ് ചെയ്തു. അതിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? അതിന്റെ പേരെന്ന് പറയുന്നത് വിശാഖപട്ടണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. നവംബർ 1 മുതൽ 7 വരെയുള്ള തീയതികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് പുതിയൊരു കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇനി ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു.